ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് കടലക്കറി റെഡിയാക്കി എടുക്കാൻ നോക്കാം. നല്ല തിക്ക് ഗ്രേവിയൊക്കെ ആയിട്ട് അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കടലക്കറിയാണ് ഇത്. പുട്ടിൻ്റെ കൂടിയും അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും കൂടിയും എല്ലാം നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. അതുപോലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. കടലക്കറി ഉണ്ടാക്കാനായിട്ട് കറുത്ത കടലയാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൽ 1.25 കപ്പ് കടല എടുത്തിട്ടുണ്ട്. ഇത് തലേന്ന് രാത്രിയിൽ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിരുന്നതാണ്. ഇപ്പം രാവിലെ ആയിട്ടുണ്ട്. ഇതൊന്നുകൂടി ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ കടലയും കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കടലയുടെ മീതെ നിൽക്കുന്ന രീതിയിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഏകദേശം 1 ഇഞ്ച് മീതെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് നടുകെ കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില തണ്ടോട് കൂടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ ഇത് പെട്ടെന്ന് തന്നെ കടല നന്നായിട്ട് വെന്ത് കിട്ടും. ഉപ്പ് നമ്മൾ ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നില്ല. കടല വെന്തതിന് ശേഷമാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുത്താൽ കടല വേവാനായിട്ട് കുറച്ച് താമസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വെന്തതിന് ശേഷം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം. സ്റ്റവ് ഓൺ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. വിസിൽ വന്നു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം. വിസിൽ വന്നിട്ടുണ്ട്, ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം. ഒരു 15 മിനിറ്റ് കൂടി നമ്മൾ കുക്ക് ചെയ്തെടുക്കുക. 15 മിനിറ്റിന് ശേഷം സ്റ്റീം എല്ലാം പോയിട്ട് വേണം നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്യാനായിട്ട്. അപ്പോൾ കടല നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഒരു 2 മീഡിയം സൈസിലുള്ള സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 3/4 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തതാണ്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ടീസ്പൂണിലല്ല, ടേബിൾ സ്പൂണിലാണ് അളവ് പറയുന്നത്. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് വലിയ ജീരകം അല്ലെങ്കിൽ പെരുംജീരകം പൊടിച്ചതാണ് 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊരു തിക്ക് പേസ്റ്റ് ആക്കിയിട്ട് റെഡിയാക്കി എടുക്കണം. ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ നമ്മളൊരു പേസ്റ്റ് പരുവത്തിലാക്കി വെച്ചാൽ നമ്മൾ മസാല വഴറ്റിയെടുക്കുമ്പോൾ ഒട്ടും കരിഞ്ഞു പോവാതെ നല്ല രീതിയിൽ വഴറ്റിയെടുക്കാനായിട്ട് പറ്റും. കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു തിക്കായിട്ടുള്ള പേസ്റ്റ് ആയിട്ടാണ് കിട്ടേണ്ടത്. ഇത്ര മതിയാവും. നമുക്കിത് മാറ്റി വെക്കാം. കുക്കറിലെ സ്റ്റീം എല്ലാം പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. കണ്ടില്ലേ, ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരെണ്ണം എടുത്ത് കയ്യിൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് നോക്കാം. കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു കടായി ഞാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. കടലയിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ ഉപ്പ് ഈ സമയത്ത് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സവാളയൊക്കെ വഴറ്റിയെടുക്കുന്ന സമയം കൊണ്ട് കടലയിൽ നന്നായിട്ട് ഉപ്പ് പിടിച്ചു കിട്ടും. ഈ കടായി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം.
കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പച്ചമുളകും കറിവേപ്പിലയും ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ചുവന്നുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കണം. അതിന് മുമ്പായിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഒരു 8 അല്ലി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അതൊന്നിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് 2 സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഈ സവാള ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാളയുടെ കളറ് മാറിപ്പോവേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഇപ്പം സവാള നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. നമുക്കിതിലേക്ക് മസാലയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഈ മസാല നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ മസാല നല്ലപോലെ വഴറ്റിയെടുത്താലാണ് നമ്മുടെ കടലക്കറിക്ക് നല്ല രുചി ഉണ്ടാവുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ മസാലയെല്ലാം മൂത്ത് നല്ലൊരു സ്മെല്ല് വന്നു തുടങ്ങും. ഫ്ലെയിം കൂട്ടി വെക്കരുത്, കൂട്ടി വെച്ചാൽ മസാല പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് കടല ചേർത്ത് കൊടുക്കാം. കടലയിൽ നമ്മൾ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇത് വേവിച്ച വെള്ളം തന്നെയാണ് ഉള്ളത്. ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടൊമാറ്റോ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഒരു വലിയ ടൊമാറ്റോയാണ് എടുത്തിട്ടുള്ളത്. അധികം പുളിയില്ലാത്ത നല്ല പഴുത്ത ടൊമാറ്റോയാണ്. അത് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റോളം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങ 1 കപ്പ് ഇട്ട് കൊടുക്കാം. 250 ml കപ്പിൽ 1 കപ്പ് തേങ്ങയാണ് എടുക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് എടുക്കുന്നത്. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മുടെ കടല ഇവിടെ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ ഗ്രേവിയൊക്കെ ഒന്നും കൂടി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഉപ്പും എരിവും എല്ലാം കടലയിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ അധിക സമയം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് തിള വന്ന് തുടങ്ങിയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഉപ്പ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കുറച്ച് ഉപ്പ് കുറവുണ്ട്, അപ്പോൾ ഇത് ഇട്ട് കൊടുക്കാം. കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു വെജ് കുർമയുടെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ.
നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കുറച്ചൊന്ന് ചൂടാറിയപ്പോഴും ഒന്നുകൂടി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. താങ്ക് യു.